ഹായ് ഫ്രണ്ട്സ്, ഫോർ ഷൈനിങ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആന്തൂറിയം ചെടികളുടെ പരിപാലനവും ഇതിൻ്റെ പോട്ടിങ്ങും ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഒക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ചെടികളാണ് ഈ ആന്തൂറിയം. നമ്മുടെ വീടുകൾക്ക് ഭംഗി നൽകുന്ന അലങ്കാര ചെടികളാണ് ആന്തൂറിയം. നല്ല മാർക്കറ്റിംഗ് ഉള്ള ചെടികളാണ്. ആന്തൂറിയം ചെടികളെ സ്നേഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പല പല കളറിൽ പൂക്കൾ നൽകുന്ന ഈ ആന്തൂറിയം ചെടികൾ നമുക്ക് നഴ്സറിയിൽ നിന്നും ലഭ്യമാണ്. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനവും നമുക്ക് നഴ്സറിയിൽ നിന്നും കിട്ടും. ഈ ആന്തൂറിയം ചെടികൾ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഈ ചെടികൾക്ക് ആവശ്യമില്ല. വെയിലടിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഈ ചെടികൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പൂക്കളും കരിഞ്ഞു പോകും. നമ്മുടെ വീടുകളിൽ തണലുള്ളിടത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഇനം ചെടിയാണ് ഈ ആന്തൂറിയം. ഈ ചെടികൾക്ക് അത്യാവശ്യം പരിചരണം കൊടുക്കുവാണെങ്കിൽ നല്ല പോലെ തന്നെ പൂക്കൾ തരുന്ന നല്ല ചെടികളാണ് ഈ ആന്തൂറിയം. ആന്തൂറിയം ചെടികൾക്ക് 2-3 ആഴ്ച കൂടുമ്പോൾ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. എന്നാലാണ് ഇതിനകത്ത് നന്നായിട്ട് തന്നെ പൂവുണ്ടാവുകയുള്ളൂ. ആന്തൂറിയം ചെടികൾക്ക് അത്യാവശ്യം നല്ല വില തന്നെയാണ്. നമുക്കിതൊരു തൈ കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് തൈകളാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ ആന്തൂറിയം. ആന്തൂറിയം ചെടികളിലൊക്കെ പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ ഇതിങ്ങനെ തന്നെ നിൽക്കും. നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള പല പല പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് ഈ ആന്തൂറിയം. ഇനി നമുക്ക് ഈ ആന്തൂറിയം ചെടികൾ എങ്ങനെയാണ് റീപോട്ടിങ് ചെയ്യുന്നതെന്നും ഇതിൽ എന്തൊക്കെയാണ് ഇട്ട് കൊടുത്ത് പോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ ഞാനിവിടെ ഈ 2 തൈകളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വേരിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള 2 തൈകളാണ് കേട്ടോ. നമ്മൾ ഇത് അടർത്തി നടുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ചുമ്മാ തൊണ്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൂമ്പ് വന്നിട്ട് തൈകൾ ഉണ്ടായിട്ട് വരും. ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒരു പീസ് ചകിരിത്തൊണ്ടിൽ വെച്ച് കൊടുത്തതാണ്. അതിൽ നിന്നുമാണ് ഈ തൈ വന്നിരിക്കുന്നത്. അതിനകത്തിപ്പോൾ ഒരു മൊട്ടും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ആന്തൂറിയത്തിൻ്റെ വേരിൻ്റെ ഭാഗം 2 ചെറിയ പീസ് ഞാൻ തൊണ്ടിൽ വെച്ച് കൊടുത്താണ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത്. കണ്ടില്ലേ, ഇതിൽ 2 തൈകളാണ് വന്നിരിക്കുന്നത്. ചെറിയ 2 പീസ് തൊണ്ടിൽ വെച്ച് കൊടുത്താണ്. ഇനി ഇത് ഞാൻ പോട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ചകിരിയുടെ തൊണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് പുളിപ്പ് മാറ്റിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓടിൻ്റെ കഷ്ണവും ഇഷ്ടികയുടെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചകിരി കീറിയിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒഴുക്കുമണൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കരിക്കട്ട. അപ്പോൾ ഇത്രയും കൂട്ടം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആന്തൂറിയം റീപോട്ടിങ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ റീപോട്ടിങ് ചെയ്താലാണ് നല്ല പോലെ തൈകൾ ഉണ്ടാവുകയും നന്നായിട്ട് പൂവിടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലേക്കാണ് പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും പോകുന്നൊരു പോട്ട് മതി. നമ്മൾ തൈകൾ നോക്കിയിട്ട് തന്നെ പോട്ട് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പോട്ടിൻ മിക്സ് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പോട്ടിൽ നിന്നും ഈ തൈകൾ എടുത്തിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ പഴയ തൊണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ആ പഴയ വേര് ഒന്നും തന്നെ വേണ്ട. അതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, ഈ പഴയ വേരുകൾ. ഇനി ഇതിൽ നിന്നും പുതിയ വേരുകളൊക്കെ വന്നോളും. എന്നിട്ട് ആ തൈകൾ ഇങ്ങോട്ട് അടർത്തിയെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഒരു 2-3 വേര് മതി, പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ അങ്ങോട്ട് അടർത്തിയെടുത്താൽ മതി. അടിഭാഗത്തെ വേരുകൾ ഫുള്ളായിട്ട് നമ്മൾ കളയാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇതിൽ നിന്നുമാണ് 2 തൈകൾ വന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ പോട്ട് ചെയ്യാനായിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടിക കഷ്ണങ്ങളും ഓടിൻ കഷ്ണങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അടിയിൽ നമ്മൾ അത് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ചകിരി കീറിയതാണ് വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 തൊണ്ട് എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വയ്ക്കുക. ഈ ആന്തൂറിയത്തിന് നല്ല പോലെ വേര് പിടിക്കും. അപ്പോൾ നമ്മൾ ചകിരി നല്ലതുപോലെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടികയുടെ കഷ്ണങ്ങളും ഓടിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത് നമ്മുടെ പോട്ടിൻ മിക്സും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ആന്തൂറിയം നടാനായിട്ട് ഇതുപോലെയാണ് നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ പോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തൂറിയത്തിൽ നിറച്ച പൂ ഉണ്ടാവാനും ഇത് നല്ലപോലെ തൈകൾ ഉണ്ടാവാനും നമുക്ക് ഒരുപാട് തൈകളാക്കി ഓരോരോ ചട്ടികളിൽ ഒരുപാട് തൈകളുണ്ടാവും. ഈ ഒരു രീതിയിൽ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ. ഈ ആന്തൂറിയം ചെടികളെ ഈ ഒരു രീതിയിലാണ് ഞാൻ പോട്ട് ചെയ്യുന്നത്. 2-3 കളറുകളെ എനിക്കുള്ളൂ.
ഈ 2-3 കളറ് വെച്ചിട്ട് തന്നെ ഞാൻ ഈ ആന്തൂറിയം ചെടികളെ ഒരുപാട് തൈകളാക്കി മാറ്റിയെടുത്തു. എനിക്ക് ഒരുപാട് തൈകൾ കിട്ടി കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിതിൻ്റെ വേരിൻ്റെ പീസ് അടർത്തിയിട്ട് ചെറുതാക്കി ഇതൊക്കെ വേണമെങ്കിൽ 2-3 പീസുകളാക്കിയിട്ട് നമ്മൾ ചകിരിയുടെ തൊണ്ടിൽ വെച്ചാലും കുറേ തൈകളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാനിവിടെ തൈകളാക്കി മാറ്റുന്നത്. അപ്പോൾ ആന്തൂറിയം ചെടികൾ നമ്മൾ നടുമ്പോൾ കൂടുതലും ചകിരിയുടെ തൊണ്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ചകിരിയുടെ തൊണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് കെട്ടി നിൽക്കാനൊന്നും പാടില്ല, നല്ലതുപോലെ വാർന്നു പോകണം. ഇതിന് തണുപ്പ് ഇഷ്ടപ്പെടുന്ന കാരണം തന്നെ നമ്മൾ ഇതിനകത്ത് ചകിരിയുടെ തൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആന്തൂറിയം നല്ല പോലെ തന്നെ പൂവിട്ട് മനോഹരമായിട്ട് നല്ല അലങ്കാരച്ചെടി പോലെ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടില്ലേ, ഈ വേരിൽ നിന്നും ഇനിയും ഞാൻ തൈകൾ ഉണ്ടാക്കി മാറ്റും. അതിനായിട്ട് ഞാൻ വീണ്ടും ചകിരിയുടെ തൊണ്ട് വെച്ചിട്ട് ആ തൈകൾ വന്ന ആ വേരുണ്ടല്ലോ അത് അടർത്തിയിട്ട് വീണ്ടും ഞാൻ പോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൽ നിന്നും 2, 3, 4 തൈകൾ വീതം വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് മുളപ്പ് പൊട്ടിയിട്ട് തൈകൾ വരും. തൈകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആവുമ്പോൾ നമ്മൾ വേറെ പോട്ടിലോട്ട് ഇതുപോലെ റീപോട്ടിങ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് റീപോട്ടിങ് ചെയ്യാറുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആന്തൂറിയം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ തൈകളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി ഞാൻ ആന്തൂറിയം നിറച്ചും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വളമാണ് ഇട്ട് കൊടുക്കണ്ടേ എന്നുള്ളൊരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ തൈകളൊക്കെ അടർത്തി നമ്മൾ റീപോട്ടിങ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ചത്തേക്ക് ഇത് തണലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിയുമ്പോൾ നമ്മളിത് ചെറിയ ഷെയ്ഡ് വരുന്നൊരു ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെയിലടിക്കുന്ന ഭാഗത്ത് ഒരിക്കലും വെക്കരുത്. അപ്പോൾ ആന്തൂറിയം ചെടികളുടെ പരിപാലനവും പോട്ടിംഗ് രീതിയും പ്രൊപ്പഗേഷനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു.